IPL മെഗാലേലത്തിൽ സെൻസിബിൾ നീക്കവുമായി മുംബൈ ഇന്ത്യൻസ്. തങ്ങൾക്കാവശ്യമായ താരങ്ങളെ കൃത്യമായി സ്പോട്ട് ചെയ്തുള്ള എക്സിക്യൂഷൻ. ബൗളിംഗ് ലൈനെ പവർഫുള്ളാക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. ആദ്യ ദിനം ബോൾട്ടിനെ സൈൻ ചെയ്ത് പേസ് യൂണിറ്റ് സ്ട്രോങ് ആക്കി. ബുംറയ്ക്ക് പറ്റിയ കൂട്ടാളി. 2020 ഡ്രീം ബാച്ചിലെ അംഗം. മറ്റാരെ കൊണ്ടുവന്നാലും ബോൾട്ടിന് പകരം വെക്കാനാകുമായിരുന്നില്ല. ലേലത്തിന്റെ രണ്ടാം ദിനം ദീപക് ചാഹറിനെ ചെന്നൈയിൽ നിന്ന് മുംബൈ റാഞ്ചി. ചാഹറിനായി തുടക്കം മുതൽ തന്നെ മുംബൈ രംഗത്തുണ്ടായിരുന്നു. 7.5 കോടി വരെ പഞ്ചാബായിരുന്നു എതിരാളി. പഞ്ചാബ് പിന്മാറിയ ശേഷമായിരുന്നു ചെന്നൈയുടെ എൻട്രി. 9 കോടി വരെ ചെന്നൈയുടെ വിളി നീണ്ടു. 9.25 കോടിയുടെ മുന്നിൽ അവരും പിന്മാറി. ടാക്ടിക്കലായി നോക്കിയ ലേലത്തിലെ മുംബൈയുടെ ഏറ്റവും മികച്ച സൈനിങ്ങാണ് ദീപക് ചാഹർ. പവർ പ്ലേയിൽ ഡേഞ്ചറസ്. ബോൾട്ടിനെയും ചാഹറിനെയും മുംബൈക്ക് പവർ പ്ലേയിൽ ഉപയോഗിക്കാം. അതുവഴി കിട്ടുന്ന മറ്റൊരു ഗുണം കൂടിയുണ്ട്. മിഡിൽ ഓവേഴ്സിലും ഡെത്തിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുംറയ്ക്ക് സാധിക്കും. എതിർ ടീമിന് ശ്വാസം വിടാൻ പോലും സമയം കിട്ടില്ല എന്നർത്ഥം. കഴിഞ്ഞ വർഷങ്ങളിൽ കാണാൻ പറ്റാത്ത വിധം മുംബൈ പേസ് അറ്റാക്ക് സ്ട്രോങ് ആയി കഴിഞ്ഞു. അള്ള ഗസൻഫറാണ് സ്പിൻ യൂണിറ്റിലേക്ക് എത്തിയ പുതിയ താരം. വെറും 18 വയസ്സ് മാത്രമാണ് ഗസൻഫറിന്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇതിനകം തന്നെ താരം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. 8 ODI മാച്ചുകളിൽ നിന്ന് 12 വിക്കറ്റുകൾ സ്വന്തം പേരിലാക്കി. റാഷിദ് ഖാന്റെ കൃത്യമായ മേൽനോട്ടം അഫ്ഗാനിസ്ഥാനിൽ ഗസൻഫറിന് കിട്ടുന്നുമുണ്ട്. ലോങ് റണ്ണിൽ മുംബൈക്ക് വേണ്ടി അത്ഭുതങ്ങൾ കാണിക്കാൻ താരത്തിന് പറ്റും. ബാക്കപ്പായി കരൺ ശർമ്മയുമുണ്ട്. തങ്ങളുടെ ഏറ്റവും വലിയ ആശങ്കയായ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് സ്ട്രോങ് ആയ ആശ്വാസത്തിലാണ് മുംബൈ ആരാധകർ. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.